ഇന്ന് രാവിലെ വന്ന മറ്റൊരു ദുരന്ത വാർത്തയാണ്. ബ്രസീലിലെ സാവോ പോളോയിൽ വിമാനം തകർന്ന് 62 യാത്രക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ബ്രസീലിയൻ എയർലൈനായ വോപ്പാസ് ATR 72 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 58 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ജനവാസ മേഖലയിൽ വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശില്പ ചേരുന്നുണ്ട്. ശില്പ, ഗുഡ് മോർണിംഗ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു ദുരന്ത വാർത്ത, 62 യാത്രക്കാർ മരിച്ചു എന്ന് പറയുന്നത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? പ്രിയ, ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ബ്രസീലിൽ നിന്ന് ഇന്നലെ പുറത്തു വന്നത്. ഇന്നലെയാണ് ഈ ബ്രസീലിൽ ഇത്തരത്തിലൊരു വലിയ നാടിനെ നടുക്കിയ ഒരു വിമാനാപകടം ഉണ്ടാകുന്നത്. ബ്രസീലിലെ സാവോ പോളിയയിലാണ് ഇത്തരത്തിലൊരു വിമാനാപകടത്തിൽ 62 പേർ മരിച്ചിരിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും മരിച്ചിരിക്കുന്നുവെന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇന്നലെ കാസ്കാവിൽ നിന്ന് സാവോ പോളിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വിമാനം പുറപ്പെട്ട് 80 കിലോമീറ്റർ അകലെ എത്തിയിട്ടാണ് അത് താഴേക്ക് പതിക്കുകയായിരുന്നു. വിമാനം കറങ്ങി താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു വീടിന് താഴേക്ക് മുറ്റത്തേക്കാണ് ഈ ഒരു വിമാനം പതിച്ചത്. തുടർന്ന് ഈ വിമാനം കത്തി അമരുകയായിരുന്നു. അങ്ങനെ മുഴുവൻ യാത്രക്കാരും 62 പേരായിരുന്നു. 58 യാത്രക്കാരും 4 ജീവനക്കാരും അടക്കം 62 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഈ 62 പേരും മരിച്ചിരിക്കുകയാണ്. ബ്രസീലിലെ സാവോ പോളിയിലാണ് ഇത്തരത്തിലൊരു വിമാനാപകടം ഉണ്ടായത്. ഈ അപകട സമയത്ത് ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീടിൻ്റെ മുറ്റത്തേക്കായിരുന്നു ഈ വിമാനം തകർന്നു വീണത്. ഈ വീടിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ പരിസരത്തുള്ള മറ്റുള്ള വീടുകൾക്കും ഒന്നും അത്തരത്തിൽ വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ബ്രസീൽ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അപകട കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ സാവോ പോള എന്ന് പറയുന്നത് വലിയ ജനസാന്ദ്രതയുള്ളൊരു, ബ്രസീലിലെ തന്നെ വലിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ വീടുകൾക്കടക്കം വലിയ തോതിലുള്ള ഈ വിമാനം വന്ന് പതിച്ചത് ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ്. ആ വീടിന് മാത്രമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും അപകട കാരണമൊന്നും ഇതുവരെയും ബ്രസീൽ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ വിമാന കമ്പനികളും ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും എന്താണ് ഈ വിമാനത്തിന്റെ അപകടത്തിന് കാരണം എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ബ്രസീൽ സർക്കാർ ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ദാരുണമായൊരു സംഭവമാണ് ഇന്നലെ ബ്രസീലിന് ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു പ്രദേശത്തേക്ക്, ജനവാസ മേഖലയിലേക്ക് അത് വീഴുകയും അവിടെ അഗ്നിഗോളമായി മാറുകയും ചെയ്ത വിമാനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ 62 എന്ന എണ്ണം അത് കൃത്യമാണോ ശില്പ? അത്രയും ആളുകൾ, യാത്രക്കാർ, ഒപ്പം വിമാനത്തിലെ ജീവനക്കാർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ 62 എന്ന എണ്ണം അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണോ? അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഔദ്യോഗികമായി ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം പുറത്തുവിടുന്ന വിവരം അനുസരിച്ച് ഈ മുഴുവൻ യാത്രക്കാരും മരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഔദ്യോഗികമായി ഈ ബ്രസീൽ സർക്കാർ വ്യക്തമാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 62 പേരായിരുന്നു ഈ വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 58 യാത്രക്കാരും ബാക്കി 4 ഈ വിമാനത്തിലെ ജീവനക്കാരുമായിരുന്നു. ഒരു ആഭ്യന്തര വിമാനമാണ് അപകടത്തിൽപ്പെട്ടപ്പോൾ ഈ 62 പേര് മരിച്ചിരിക്കുന്നത്. ലിൻഹാസ് ഏരിയസിന്റെ ATR 72 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ട് ഈ 62 യാത്രക്കാർ മരിച്ചിരിക്കുന്നത്. സാവോ പോളിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന്, ഈ കാസ്കോവയിൽ നിന്ന് സാവോ പോളിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ 62 പേർ മരിച്ചിരിക്കുന്നു എന്നൊരു ഔദ്യോഗികമായ വിവരം പുറത്തു വരുന്നത്. ശരി, എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന ഒരു ദുരന്തം. 64 യാത്രക്കാരും മരിച്ചിരിക്കുന്നു. ബ്രസീലിലെ സാവോ പോളോയിൽ വിമാനം തകർന്നാണ് ഈ 62 യാത്രക്കാരും കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ അപ്രകാരമാണ് പറയുന്നത്. പക്ഷേ അപകട കാരണം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ഈ അപകടത്തെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ അത് വെളിയിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ കാണുകയും ചെയ്തു. ഒരു ജനവാസ മേഖലയിലേക്കാണ് വിമാനം വീഴുന്നത്. അവിടെ കാര്യമായ രീതിയിൽ ആ വിമാനം
വന്നു പതിച്ച സ്ഥലത്ത് മാത്രമേ കാര്യമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നും മനസ്സിലാക്കുന്നു. കൂടുതൽ കാര്യങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വരേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് പ്രധാനമായും എന്താണ് സംഭവിച്ചത്, കാരണം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. അതൊക്കെയും ഉടൻ റിപ്പോർട്ടുകൾ വരും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന്റെ വിശദാംശങ്ങളാണ് ശില്പ നൽകിയത്.